കിട്ടിയ സഹായങ്ങൾക്കുള്ള ഉപകാരസ്മരണയുടെ കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ 24 കാരറ്റ് ആകട്ടോ, അതായത് 999 ഹാൾമാർക്ക് സ്വർണം. ഉണ്ടചോറിന് നന്ദി എന്നതാണ് പ്രമാണം. അല്ലെങ്കിൽ നമുക്ക് ഈ BJP സർക്കാരിൽ നിന്നും RSSൽ നിന്നുമൊക്കെ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് ഇടനിലക്കാരനായി നിന്ന നമ്മുടെ ADGPയെ മാറ്റിയാൽ, അദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും ശിക്ഷാ നടപടികൾ സ്വീകരിച്ചാൽ നമ്മൾ നാളെ എങ്ങനെ ഈ BJP നേതാക്കളുടെ RS നേതാക്കളുടെ മുഖത്ത് നോക്കും? നമുക്കിനിയും നാളെ ഹൊസബാളമാരെയും രാംമാധവമാരെയും കാണേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ നന്ദികേട് കാട്ടാൻ പിണറായി വിജയനെ കിട്ടില്ല. അതുമാത്രമല്ല, ഇത്തരം വലിയ കാര്യങ്ങളിൽ എന്തിനാണ് ഈ CPI പോലെയൊക്കെയുള്ള ഘടകകക്ഷികൾ ഇടപെടുന്നത്? അവർക്ക് മുന്നണിയിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. അപ്പോൾ കിട്ടുന്നത് വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് വെറുതെ ഇരിക്കുക എന്നുള്ളതാണ് ഘടകകക്ഷികൾ ചെയ്യേണ്ടത്. അല്ലാതെ അവർ പറയുന്ന താളത്തിന് തുള്ളാൻ പിണറായി വിജയനെയോ CPMനെയോ കിട്ടുമെന്ന് ആരും കരുതേണ്ട കാര്യമില്ല. ഓണം ആഘോഷിക്കാൻ വേണ്ടി ADGP എടുത്തിരുന്ന 3-4 ദിവസത്തെ ലീവ് അദ്ദേഹം റദ്ദാക്കിയെന്ന് ഇന്നലെ രാവിലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അപ്പോൾ തന്നെ പൊട്ടന്മാരല്ലാത്ത എല്ലാവർക്കും മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോവുക എന്ന്. പക്ഷെ നമ്മുടെ ഈ ഘടകകക്ഷി നേതാക്കൾക്ക് അതിനെക്കുറിച്ചൊരു എത്തും പിടിയും കിട്ടിയില്ല. നമ്മുടെ ബിനോയ് വിശ്വം AKG സെൻറ്ററിൽ ചെന്ന് MV ഗോവിന്ദനെ വെല്ലുവിളിച്ചതാണ്. ഈ കാര്യത്തിലൊരു നടപടി ഉണ്ടാകുന്നില്ലെങ്കിൽ ഞങ്ങൾ ഒരടി പോലും പിന്നോട്ട് പോവുകയില്ല എന്ന്. അതുതന്നെ നമ്മുടെ വർഗീസ് ജോർജ് പ്രൊഫസർ, അദ്ദേഹം പൊതുവെ ഒരു മിതഭാഷിയാണ്, ശാന്തന, അങ്ങനെ ഉച്ചയുയർത്തി സംസാരിക്കുന്ന ഒരാളെയല്ല. അദ്ദേഹം പോലും പറഞ്ഞു ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ്, ഇത് നമ്മൾ ചർച്ച ചെയ്തേ പറ്റൂ. PC ചാക്കോ ഇവരുടെ കൂടെ കട്ടയ്ക്ക് നിന്നു. പക്ഷേ AKG സെൻറ്ററിലെ ഏകോപന സമിതി യോഗത്തിന് ചെന്നപ്പോഴല്ലേ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത്. ഇന്നലത്തെ യോഗത്തിൻ്റെ അജണ്ടയിൽ പോലും ഈ വിഷയം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാൻ, 2 വാക്ക് പറയാൻ അവസരത്തിന് വേണ്ടി എല്ലാവരുടെയും കാല് പിടിച്ച് കരയേണ്ടി വന്നു. അവസാനം അങ്ങനെ ഒരു അവസരം കിട്ടി. നമ്മുടെ ബിനോയിയും വർഗീസ് ജോർജും PC ചാക്കോയും ഒക്കെ സംസാരിച്ചു. അങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ ഭാഗ്യം എന്ന് കരുതിയാൽ മതി. പക്ഷേ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഇത് വളരെ സാങ്കേതികമാണ്. അന്വേഷണം കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും പറയാമെന്ന മറുപടിയാണ് നമ്മുടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായത്. കൊമ്പുകുലുക്കി ചെന്നതാണ്, പക്ഷേ നിശബ്ദമായിട്ട് ഇറങ്ങി വരേണ്ടി വന്നു. യോഗം കഴിഞ്ഞ് ഇറങ്ങി വന്ന ബിനോയ് വിശ്വത്തിനെ ഈ ചാനലിൽ കണ്ടു കേട്ടോ. അദ്ദേഹത്തിൻ്റെ വാചക കസരത്തുകളൊന്നും അവിടെ ഉണ്ടായില്ല. ഇടതുമുന്നണി കൺവീനർ പറയും, ഇടതുമുന്നണി കൺവീനർ പറയും, കൺവീനർ പറയും എന്ന് ആവർത്തിച്ചു കൊണ്ടിരുന്നതല്ലാതെ യോഗത്തെപ്പറ്റിയോ യോഗത്തിൽ പ്രതീക്ഷിച്ച തീരുമാനം ഉണ്ടാകാതിരുന്നതിനെ പറ്റിയോ അദ്ദേഹം കമാന്ന് ഒരക്ഷരം പറഞ്ഞില്ല. ഈ പിണറായി ഈ നാടകത്തിൻ്റെ ക്ലൈമാക്സിൽ ഘടകന്മാരെ കൈകാര്യം ചെയ്ത രീതിയാണ് ഏറ്റവും രസകരമായി തോന്നിയത്. ഒച്ചയോർത്തിയൊക്കെ സംസാരിച്ചു. പക്ഷേ ഒടുക്കം അദ്ദേഹം പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പം തന്നെ ADGP അജിത് കുമാറിനെതിരായിട്ടൊരു പോലീസ് അന്വേഷണം നടക്കുന്നുണ്ട്, അതിൻ്റെ പരിധിയിലേക്ക് ഈ കൂടിക്കാഴ്ചയും കൊണ്ടുവരാം. അതോടെ ഈ ഘടകകക്ഷികൾ വഴങ്ങി എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പോലീസ് നടത്തുന്നത് ഒരു ക്രിമിനൽ ആരോപണത്തെക്കുറിച്ചുള്ള അന്വേഷണമാണ്. ഈ സ്വർണം പൊട്ടിക്കൽ, ഫോൺ ചോർത്തൽ, അതുപോലെ തന്നെ ചിലരുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം, ഇതൊക്കെ അന്വേഷിക്കുന്നത്. ഇതിനിടയ്ക്ക് ഈ ADGP RSSൻ്റെ നേതാക്കളെ കണ്ടു എന്നുള്ളത് എങ്ങനെ അവർക്ക് അന്വേഷിക്കാൻ പറ്റും? RSS ഒരു നിരോധിത സംഘടനയൊന്നുമല്ല, ഇവിടെ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ നേതാവിനെ ADGP കണ്ടത് ഒരു ക്രിമിനൽ കുറ്റമാണോ? അതെങ്ങനെയാണ് അന്വേഷിക്കുക? അതല്ല പ്രശ്നം ഇവിടെ. ഇതൊരു രാഷ്ട്രീയ ഇഷ്യൂ ആണ്. ഇടതുമുന്നണി എന്ന് പറയുന്ന ഒരു സംവിധാനം, അത് സംഘപരിവാരത്തിനെതിരായിട്ട് RSSനെതിരായിട്ട് അതിശക്തമായിട്ട് നിൽക്കുന്നു എന്ന് പറയുകയും ജനങ്ങളെ അത് ബോധ്യപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന CPM, അതിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം നടക്കുമ്പോൾ അതിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥൻ ADGP, മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ ആൾ, 2 RSS നേതാക്കളുമായി എന്തിന് രഹസ്യ സംഭാഷണം നടത്തി എന്നതാണ് ചോദ്യം. അപ്പോഴാണ് മുഖ്യമന്ത്രി പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പരിധിയിലേക്ക് ഇതും കൂടെ വെക്കാമെന്ന്. അത് കേട്ട് സന്തോഷിച്ച് കൈയടിച്ച് നമ്മുടെ ഘടകന്മാർ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് കഥ. സമ്മേളനം കഴിഞ്ഞിട്ട് നമ്മുടെ പുതിയ കൺവീനർ TP രാമകൃഷ്ണൻ്റെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പഠിക്കുകയാണ്
എന്നാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയത്. പറയുന്ന ആളിന് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകുന്നില്ല, കേൾക്കുന്ന നമുക്കും മനസ്സിലാകുന്നില്ല. രാമകൃഷ്ണൻ സഖാവ് എന്താ പറഞ്ഞത്? ഇത് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്. ഇവിടെ ഒരു ഗവൺമെൻറ് ഉണ്ട്, അവരെ ബാധിക്കുന്ന കാര്യം. ഏത് ഗവൺമെൻറ്? എന്ത് ഗവൺമെൻറ്? ഏത് പാർട്ടിയുടെ ഗവൺമെൻറ്? ഞങ്ങൾ മുന്നണിയാണ്. മുന്നണിക്ക് ഇക്കാര്യത്തിൽ ഒരു ബന്ധവുമില്ല. മുന്നണിക്ക് അജിത് കുമാറിനെ മാറ്റുകയോ മാറ്റാതിരിക്കുകയോ ചെയ്യുന്ന കാര്യത്തിൽ ഒരു തൃപ്തിക്കുറവില്ല. ഇത് സർക്കാരിൻ്റെ കാര്യം. അങ്ങനെ ഏതോ ഒരു സർക്കാർ എന്ന മട്ടിലാണ് TP രാമകൃഷ്ണൻ ഇതിനെക്കുറിച്ച് പത്രലേഖകരോട് പ്രതികരിച്ചത്. എന്താ പോരെ, കാര്യങ്ങളൊക്കെ ക്ലിയറായില്ലേ? ഇതൊക്കെ കണ്ട ഒരാൾ കണ്ണൂരിൽ ഇരിപ്പുണ്ട് എന്നൊരു ഓർമ്മ വേണം കേട്ടോ. നമ്മുടെ മുൻ കൺവീനർ LDFൻ്റെ നമ്മുടെ EP ജയരാജൻ, അദ്ദേഹം ഇപ്പോൾ ആത്മകഥ എഴുതിയും പാർട്ടി പരിപാടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അന്നേ ദിവസം ആയുർവേദ ചികിത്സയ്ക്ക് വിധേയനായും അവിടെ കഴിയുകയാണ്. ഇക്കാര്യം മറക്കരുത്, ഓർമ്മയുണ്ടാവണം. നമ്മുടെ ADGP RSS നേതാക്കളെ കണ്ടു, മഹാപാതകമായി പോയി, ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കേണ്ട കുറ്റമാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ഉച്ചത്തിൽ പറയുന്ന മുന്നണിയിലെ ഘടകകക്ഷികൾ സൗകര്യം പോലെ മറക്കുന്ന മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഇതിപ്പോൾ ADGP RSSൻ്റെ നേതാക്കളെ കണ്ടു എന്നുള്ളതാണല്ലോ പ്രശ്നം. അതേസമയം ഈ ഇടതുമുന്നണിയിൽ, ഭരണമുന്നണിയിൽ BJPയുടെ നേതൃത്വത്തിലുള്ള NDAയിലെ ഒരു ഘടക കക്ഷി ഉണ്ട് എന്ന കാര്യം എന്താണ് നിങ്ങൾ ചർച്ചയ്ക്ക് വിധേയമാക്കാത്തത്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അതിനെപ്പറ്റി ആരും സംസാരിക്കാത്തത്? NDAയുടെ ഘടക കക്ഷിയുടെ ഒരു പ്രതിനിധി നമ്മുടെ മന്ത്രിസഭയിലുണ്ട്, നമ്മുടെ കൃഷ്ണൻകുട്ടി ചേട്ടൻ, വിദ്യുച്ഛക്തി മന്ത്രി. ഈ ഒരു വലിയ വൈരുദ്ധ്യം നിലനിൽക്കുമ്പോഴാണ് ADGPയുടെ RSS നേതാക്കളുമായുള്ള സംഭാഷണം അല്ലെങ്കിൽ കൂടിക്കാഴ്ച ഈ ഘടകകക്ഷികൾ വലിയ ഒരു ചർച്ചാ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്നുള്ളത് ഓർക്കുമ്പോൾ വാസ്തവത്തിൽ ചിരിക്കാനല്ലാതെ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക? മതനിരപേക്ഷ കേരളത്തിൻ്റെയും ജനാധിപത്യ കേരളത്തിൻ്റെയും നിലനിൽപ്പിന് CPM ശക്തമായ ഒരു സംവിധാനമായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതിന് RSSൻ്റെ കക്ഷത്തിൽ നിന്ന് നമ്മുടെ പിണറായി വിജയൻ്റെ കഴുത്ത് മോചിപ്പിച്ചേ പറ്റൂ. അതിനെപ്പറ്റി എഴുന്നേറ്റ് നിന്ന് ധൈര്യമായി സംസാരിക്കാൻ കെൽപ്പുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഇന്ന് CPMൽ ഉണ്ടോ?